കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 1 അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സമ്മോഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നും മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു: അല്ലയോ ഗലീലരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സമ്മോഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ദൈവ വചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു തിരിച്ചു വരും. ഈ തിരിച്ചുവരവിനെ കാത്തുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 9 അധ്യായം അതിൻ്റെ 27 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. യേശു ഇപ്രകാരമാണ് പറഞ്ഞത്: ഒരുവൻ ഒരു പ്രാവശ്യം മരിക്കണം. അത് തത്വമാണ്, അത് മരിക്കണം. എന്നാൽ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ഈ ലോകം മുഴുവനിലും നമുക്ക് പ്രഖ്യാപിക്കാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, കർത്താവായ യേശു. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ യേശു എങ്ങനെയാണ് വീണ്ടും വരുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 9 അധ്യായം അതിൻ്റെ 27 28 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാകും: അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. അപ്പോൾ എങ്ങനെയാണ് യേശു വരുന്നത്? ഇനി പാപങ്ങൾ മോചിപ്പിക്കാനാണോ വരുന്നത്? അല്ല, തന്നെ ആകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു വരുന്നത്. നമുക്ക് കാത്തിരുന്നൂടായോ യേശുവിനെ? ഇതാ അവിടെ, ഇത് ഇവിടെ എന്ന് പറയുമ്പോൾ ആരും ഓടല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ വചനത്തിനപ്പുറം ഒന്നുമില്ല. വചനമാണ് സത്യം. ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിൻ്റെ വചനം കടന്നു പോകത്തില്ല. ഈ വചനം നിങ്ങളൊന്ന് മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. നിങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും വിധമായ രോഗങ്ങളോ ഏതെങ്കിലും വിധമായ അന്ധകാര ശക്തിയുടെ പ്രവർത്തന മേഖലകളോ ഏതെങ്കിലും വിധമായ കടബാധ്യതയോ ദുഷ്ടാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വന്നിരിക്കുന്ന കടങ്ങളോ എന്തെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ, കെട്ടുകയായി കിടക്കുന്നെങ്കിൽ, അത് നിങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടു. പ്രിയപ്പെട്ടവരെ, യേശു നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശു ശ്രദ്ധാലു ആയിരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ ആർക്കും ശ്രദ്ധ വെക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു നല്ല സ്വർഗീയ പിതാവ്, കർത്താവായ യേശു. ആ യേശുവിനെ നമ്മൾ മുറുകെ പിടിക്കുക. യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മൾ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന മക്കളായി മാറണം. ഹല്ലേലൂയ. നമുക്ക് യേശു ഉണ്ടോ? നമ്മൾ യേശുവിൻ്റെ മക്കളാണോ? നമ്മൾ യേശുവിൻ്റെ സ്വന്തം ജനമാണോ എന്ന് നമ്മൾ യേശുവിനെ മുറുകെ പിടിക്കുക. അതാണ് സത്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് യേശുവിന് വേണ്ടി കാത്തിരിക്കാം, യേശുവിന് വേണ്ടി അധ്വാനിക്കാം, യേശുവിന് വേണ്ടി ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, മരണം നമ്മെ വേർപെടുത്തുന്ന കാലം വരെയും നമ്മൾ യേശുവിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. യേശുവിന് വേണ്ടി ഓരോ ആത്മാവിനെ നേടിയെടുക്കുന്നവരായിരിക്കണം. നമ്മളോട് യേശു ചോദിക്കും, അന്ത്യദിനത്തിൽ വിധിക്കാൻ വരുമ്പോൾ നമ്മളോട് യേശു ചോദിക്കും, നമ്മൾ എത്ര പേരെ വീണ്ടെടുത്ത്? നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെയും ഓടരുതേ. കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് നിങ്ങൾ ഓടുക. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനങ്ങളുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ പോയി വചനം കേൾക്കുക. അല്ലാതെ ഒരു കെട്ടുകഥകളിലേക്ക് നിങ്ങൾ ഓടല്ലേ. നിങ്ങളുടെ മനസ്സങ്ങനെ ചായ്ക്കല്ലേ. കർത്താവ് വേദനിക്കാൻ ഇടവരുത്തരുതേ. നമുക്ക് യേശുവിനെ സന്തോഷിപ്പിച്ച് ജീവിക്കാം, യേശുവിൻ്റെ മക്കളായി ജീവിക്കാം. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ ചേർന്ന് നിൽക്കാം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യകരം കർത്താവെ ഈ മക്കളോടെല്ലാവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരെ സമർപ്പിക്കുന്നു.
പിതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള സമസ്ത ജനത്തെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് തുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഈ വചനം കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.